പറഞ്ഞൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ കൂടി പാർട്ട് ഓഫ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെയും പ്രേക്ഷകരോട് എല്ലാവരും വളരെയധികം 1000 നന്ദി. കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിക്കുക കാരണം ചെറിയ കാര്യമൊന്നല്ല. നമുക്ക് കയറുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും എന്താ ടോപ്പ് 5 അല്ലെങ്കിൽ അറ്റം വരെ എത്തണം, 100 ദിവസം നിൽക്കണം, അല്ലെങ്കിൽ കപ്പ് എടുക്കണം. പക്ഷെ അത് ഉറപ്പായിട്ടും അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒരാൾ ജനങ്ങൾ തീരുമാനിച്ചെടുത്തു ജിൻഡപ്പൻ, അതിൽ ജയിച്ചു. ജിൻഡപ്പൻ വിജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് 5 എത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല ആഗ്രഹമാണ്, പക്ഷെ അവിടെ വരെ പ്രാക്ടിക്കലായിട്ട് എത്തിച്ചേരുക എന്ന് പറയുന്നത് വേറെ സംഭവമാണ്. അപ്പൊ അങ്ങനെ എത്തിയേർന്നപ്പോ എന്റെ കിളിയൊക്കെ പോയി. അതിന് പ്രേക്ഷകരോടാണ് 1000 നന്ദി. പിന്നെ റാങ്കിങ്ങിനെ എങ്ങനെ നോക്കി കാണുന്നു? ഒരു ഇപ്പം ഫസ്റ്റ് അങ്ങനെയുള്ള സംഗതി ഉണ്ടല്ലോ. അതെ, ഇപ്പം അതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ റാങ്കിങ് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അധികം എനിക്ക് പറയാം. ഇപ്പൊ എന്താ റാങ്കിങ് ജിൻഡപ്പന് കിട്ടി, അത് ഉറപ്പായിട്ട് ജനങ്ങൾ വിധിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നത്. അപ്പൊ അത് ജനങ്ങളുടെ ഒരു തീരുമാനമാണ്. അപ്പൊ ഉറപ്പായിട്ട് അതില് നമ്മളെല്ലാരും അത് അക്സെപ്റ്റ് ചെയ്ത്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യാറില്ല. നമ്മള് ഡേ 1 to 100 വരും. എന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തെങ്ങനെയാണ് ഞാൻ അതുപോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അങ്ങ് പോവാ, ഗോ വിത്ത് ഫ്ലോ. ഞാൻ ആരെ കയറി ജഡ്ജ് ചെയ്യാനൊന്നും ഞാൻ നിൽക്കാറില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം 3 മാസം 100 ദിവസം ഒന്നും പോരാ. ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞാലും ചിലരും മനസ്സിലാവത്തില്ല. പിന്നെ നമ്മൾ ഉമ്മ കയറി ജഡ്ജ് ചെയ്യാനുള്ള കാര്യമില്ലല്ലോ. നമുക്ക് നമ്മളെ തന്നെ ചില സമയത്ത് അറിയത്തില്ല ഫുള്ളായിട്ട്, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ കയറി ജഡ്ജ് ചെയ്യുന്നത്? ഇപ്പൊ ഈ അൻസിബ ഈ കോംബോന്ന് അൻസിബ ഈ കോംബോ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇതിനകത്ത് വന്നിട്ട് അവര് തമ്മിൽ അടി